രാഷ്ട്രീയം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. കാരണം രാഷ്ട്രത്തിൽ സംഭവിക്കുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അരാഷ്ട്രീയം കടന്നു വരും. അരാഷ്ട്രീയമാണ് ഈ പറയുന്നതൊക്കെ. നമ്മുടെ ക്യാമ്പസുകളിൽ നിന്നും വിദ്യാർത്ഥി രാഷ്ട്രത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നത് അത് തിരിച്ചറിയണമായിരുന്നു. ഈ നമ്മുടെ സ്കൂളിലും ക്യാമ്പസുകളിൽ നിന്ന് രാഷ്ട്രീയം മുഴുവനായിട്ട് ഒഴിവാക്കി. അപ്പൊ എന്ത് ചെയ്തു? വളരെ കൃത്യമായിട്ട് ഈ പറഞ്ഞ മാഫിയ കൈയടക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ സ്കൂളിൽ ഒരു അച്ചടക്കം ഉണ്ടാവും. സമരങ്ങളൊന്നും അത്ര മോശമൊന്നുമല്ല. കുട്ടികൾ അതിലേക്ക് തിരിയും. ഇത് ഇപ്പൊ എന്ത് ചെയ്തു? കുട്ടികൾക്ക് വേറെ ഇല്ല. അപ്പൊ അവിടെ റോൾ മോഡലായി മാറുന്നത് ഇങ്ങനെ കൊടുക്കുന്നത് വലിയ കാറിൽ വരുന്നത് അവരെ കുട്ടികൾക്ക് ആകർഷിക്കും. അപ്പൊ ഇവർക്ക് കുട്ടികൾക്ക് ഇത് സപ്ലൈ ചെയ്യും. അപ്പൊ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയം ചോദിച്ചുകൊണ്ടാ പറഞ്ഞത്. രാഷ്ട്രീയം എന്നെ ബാധിച്ചിട്ടുണ്ട്. എന്നെ പല പരിപാടികൾക്കും മറ്റു രാഷ്ട്രീയ പാർട്ടികൾ എന്നെ വിളിക്കാറില്ല. ഞാനിത് അത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. പല സിനിമയിൽ നിന്നും എന്നെ ഒഴിവാക്കപ്പെടുന്നുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും കൺസേൺ അല്ല. എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ മുമ്പിൽ മറ്റു പല വഴികളുണ്ട്. ഞാൻ സിനിമയെ അത്രയധികം ഇഷ്ടപ്പെടുന്നു, പ്രണയിക്കുന്നു. അതുപോലെ തന്നെ സമൂഹത്തോട് എനിക്ക് നല്ല കമ്മിറ്റ്മെന്റ് ഉണ്ട്. കലാകാരൻ എന്നതിൽ, വ്യക്തി എന്ന നിലയിൽ, പൗരൻ എന്ന നിലയിൽ. കലാകാരൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ബ്രാൻഡ് ഒന്നല്ല, നമ്മളായി മാറുന്നതാണ്. അതിനേക്കാൾ ഉപരി നമ്മളൊക്കെ പൗരന്മാരാണ്.